ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പ്രഭാതത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് ഹേവറോ തിങ്കൾ 6 ഏപ്രിൽ 2026, ഈ മാസത്തിലെ 6-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 96-ാമത്തെ ദിവസം. എമൗസ് എന്ന ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ നടന്ന സംഭവം. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് എമൗസ് എന്ന ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ നടന്ന സംഭവം. ഇന്ന് ഏതെങ്കിലും ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നുവെങ്കിൽ അവിടെ വിശുദ്ധ എവൻഗലിയോൻ മേശയിൽ വായിക്കാൻ പോകുന്നതായ വേദഭാഗം ലൂക്കോസ് എവൻഗലിയോസ്തായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വേദഭാഗം ആയിരിക്കും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിലേക്ക് നാം നോക്കുമ്പോൾ സുറിയാനിയിൽ ഹവോറോ എന്നാണ് ഹെവോറോ തിങ്കളിന് പറയുന്നത്. ഹവോറോ എന്ന വാക്കിന്റെ അർത്ഥം വെള്ള, ശുദ്ധമായ, പ്രകാശമുള്ള എന്നൊക്കെയാണ്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പ്രകാശമുള്ള തിങ്കളാഴ്ച എന്ന് അർത്ഥം. എമാവൂസിലേക്ക് പോകുന്ന ആ ശിഷ്യന്മാർ എന്താണ് സംസാരിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്നും 7 നാഴിക ദൂരമുള്ള എമാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും ഈ സംഭവത്തെക്കുറിച്ചുള്ള സംസാരം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോട് നിന്നു. ക്ലെയോപ്പാവു എന്ന് പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികൾ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേയനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണിമാരും അവനെ മരണ വിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവിടെ അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ട് എന്നും പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയിൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്ക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി എന്ന് ഈ വേദഭാഗം നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നു പറയുന്ന 11 വരെയും കൂടെ ഉള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചത് അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായിക വന്നതും അവർ വിവരിച്ച് പറഞ്ഞു എന്ന് ആ വേദഭാഗം നമ്മോട് പറയുന്നു. ഇതിൽ നിന്നും നമുക്ക് എല്ലാവർക്കും വളരെ ക്ലിയറായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. അതാണ് നമ്മളുടെ ശക്തിയും നമ്മുടെ ബലവും നമ്മളുടെ വിശ്വാസവും.
ആ വിശ്വാസത്തിൽ നാം ഓരോരുത്തരും ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ആ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉപദേശിച്ചതായ കാര്യങ്ങളൊക്കെയും നമ്മൾ അപ്രകാരം തന്നെ ചെയ്യുകയും അതിൽ നിന്നും വിട്ടുമാറാതെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 16-ഉം 17-ലും പറയുന്നത് പോലെ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളുടെ യാചന കേൾക്കാതിരിക്കുകയില്ല. എന്ന് മാത്രമല്ല, സൽപ്രവൃത്തികൾ ചെയ്യുകയും അനാഥരെയും വിധവകളെയും നാം സംരക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെയും സംരക്ഷിക്കും, യാതൊരു സംശയവുമില്ല. യോബ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു കൊടുത്തതുപോലെ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയെന്ന് മാത്രമല്ല, യോബിന് അവൻ്റെ എല്ലാ സമ്പത്തുകളും മക്കളെയും തിരിച്ചു ലഭിച്ചതുപോലെ നമുക്കും എല്ലാവിധ അഭിവൃദ്ധിയും ദൈവം തരും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സേവിക്കുകയും ആ സേവയ്ക്ക് യാതൊരു കുറവ് വരുത്താതിരിക്കുകയും വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുകയും യാമപ്രാർത്ഥനകൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ട് ഈ ഓവറോ തിങ്കൾ ഒരു കാരണമായി തീരട്ടെ. അതിൻ പ്രകാരം, അതായത് കഴിഞ്ഞ 50 ദിവസങ്ങൾ നമ്മൾ നോമ്പ് നോറ്റു. ആ നോമ്പിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം പ്രാപിച്ചവർ 1000 പ്രാവശ്യം ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത്. അങ്ങനെ നന്ദി പറയുന്നവരെ ഒരിക്കലും ദൈവം ചേർത്ത് പിടിക്കാതിരിക്കുകയില്ല. അവർക്ക് ഈ ലോക ജീവിതം സഫലമാക്കുന്നതിനും സ്വർഗരാജ്യത്തിൽ ഒരു അവകാശിയാകുന്നതിനും ഒരു കാരണവശാലും അവസരം കിട്ടാതെ പോവുകയില്ല. ദൈവം നമ്മളെ എല്ലാവരെയും വഴി നടത്തും, യാതൊരു സംശയവുമില്ല. അങ്ങനെ വഴി നടത്തണമെന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ അറിഞ്ഞ് അവൻ്റെ തൃപ്പാദത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയും അപ്രകാരം നമ്മൾ പ്രാവർത്തികമാക്കി ചെയ്യുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.